ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ഹോർസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാരണം ഡബിൾ ഹോർസിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെയാണ് ഞാൻ ചെയ്തത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് പുട്ടുപൊടിയും 1 കപ്പ് വെള്ളവും, എത്ര പുട്ടുപൊടി എടുക്കുന്നോ അതിനനുസരിച്ച് അതേ അളവിൽ തന്നെ വെള്ളവും കൂടി എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഈ തേങ്ങ ചിരകിയതും കൂടി ഇടാം. ഞാനിവിടെ റെഡിമെയ്ഡിനായിട്ട് വാങ്ങിച്ച തേങ്ങയാണ്, അത് ആവശ്യത്തിന് ഇടുക. ഇടയ്ക്ക് തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും ചിരകി ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റിന് വെക്കുക. ഈ റെസ്റ്റിന് വെക്കുന്ന ഇടയ്ക്ക് തന്നെ നമുക്ക് കുക്കറിൽ വെള്ളം നിറച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം നിറച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. കാരണം നമുക്ക് ഇത് ആവി പിടിപ്പിക്കണമല്ലോ. സോ അതിന് വേണ്ടി കുക്കറിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പലരും ഇതിനകത്ത് കഴിക്കുന്നത് പഴവും പപ്പടവും പഞ്ചസാരയും അല്ലെങ്കിൽ കടലക്കറിയും കൂടിയാണ്. ഇന്ന് ഞാനിവിടെ വെച്ചത് പയറ് കറിയാണ്, ചെറുപയർ കറി. അത് കൂട്ടിയാണ് ഞാനിവിടെ കഴിക്കുന്നത്. പിന്നെ ഹസ്ബൻഡിന് വേണ്ടി പഴവും മുട്ടയും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ഇന്ന് ജോലിയുണ്ട്, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഉണ്ടാക്കുവാണിത്. അതുപോലെ തന്നെ ഞാനിതിന് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിൽ ആദ്യം പുട്ടുപൊടി ഇട്ട് ആവശ്യത്തിന് തേങ്ങ ചിരകിയതും കൂടി ഇടുവാണ്. ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെയാണ്. നെക്സ്റ്റ് ടൈം അത് വരാതെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം എല്ലാവരും ക്ഷമിക്കണം, ആദ്യമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇത് കുക്കറിനകത്തെടുത്ത് വെക്കാം. ആവി കയറുന്നിടം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ആവി കയറി കഴിഞ്ഞ് നമുക്കത് എടുത്തേക്കാം. അങ്ങനെ ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹസ്ബൻഡിന് വേണ്ടി ഒരു മുട്ട പുഴുങ്ങാനും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നല്ല ചൂടാണ്, പിന്നെ നല്ല ഭംഗിയിൽ വന്ന കാരണം ഒരുപാട് സന്തോഷമായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആവി പൊങ്ങുന്ന കണ്ടോ, ചൂടെടുക്കുന്ന കൈ പൊള്ളി. സ്പൂണും കൊണ്ടാണ് ഞാനത് മാറ്റുന്നത്. അങ്ങനെ ഹസ്ബൻഡിന് നമ്മൾ കഴിക്കാൻ കൊടുക്കാം. ഹസ്ബൻഡിന് വേണ്ടി ഒരു മുട്ടയും പഴവും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുപയർ കറിയും കൊണ്ടാണ് കഴിക്കുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. ഇനിയും വീഡിയോസ്